ബഹുമാനപ്പെട്ട ജൂറി അംഗങ്ങളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, സീതി സാഹിബ് ജീവിത ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് എന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പുതുതലമുറയിൽപ്പെട്ട നമ്മളിൽ എത്ര പേർക്ക് സീതി സാഹിബിനെ അറിയാം? അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങൾ അറിയാം. ആരായിരുന്നു KM സീതി സാഹിബ്? സയ്യിദി എന്ന ബഹുമാന പദം ലോപിച്ചാണ് സീതി എന്ന പദമുണ്ടായതെന്ന് കരുതപ്പെടുന്നു. പ്രവാചക പരമ്പരയിൽ ജനിച്ചവരെയാണ് സയ്യിദി എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ സയ്യിദി എന്നതായിരുന്നില്ല സീതി സാഹിബിന്റെ മേൽവിലാസം. തികച്ചും രാഷ്ട്രീയക്കാരനായ ഒരു നേതാവായിരുന്നു KM സീതി സാഹിബ്. അവിടെ തുടങ്ങുന്നു സീതി സാഹിബ് എന്ന മാസ്മരിക വ്യക്തിത്വം. ജീവിതം കൊണ്ട് മാതൃക തീർത്ത പിതാവ് സീതി മുഹമ്മദിന്റെ ശരിയായ പിന്തുടർച്ചക്കാരനായിരുന്നു കോട്ടപ്പുറത്ത് മുഹമ്മദ് സീതി എന്ന KM സീതി സാഹിബ്. കേരള രാഷ്ട്രീയത്തിൽ സീതി സാഹിബിന്റെ സ്ഥാനം എന്തായിരുന്നു? മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് ബൗദ്ധികവും ആശയപരവുമായ ഒരു അടിത്തറ പാകിയതിൽ സീതി സാഹിബിനെ പോലെ പങ്കുവഹിച്ച മറ്റൊരാളില്ല. യുക്തിഭദ്രമായ ഒരു സാമുദായിക രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സൈദ്ധാന്തികനാകുമ്പോൾ തന്നെ അതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെയും മികച്ച മാതൃകയായിരുന്നു സീതി സാഹിബ്. ഒരു രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് സീതി സാഹിബിന് എക്കാലത്തേക്കുമുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു ദേശത്തെ എല്ലാ ജനങ്ങളെയും പരിഗണിക്കാതെ ആ ദേശത്തിന് അഭിവൃദ്ധി ഉണ്ടാകില്ലെന്നും ദേശാഭിമാനം എന്നാൽ ആ ദേശത്തെ മുഴുവൻ ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ദേശമെന്നാൽ കല്ലോ മണ്ണോ പാറയോ അല്ല, അത് ജനമാണ്. ജനമെന്നാൽ എല്ലാ വിഭാഗക്കാരുമാണ്. എല്ലാ വിഭാഗക്കാരെയും പരിഗണിക്കാതെ ഒരാൾക്കും ഒരു ദേശാഭിമാനിയാകാൻ കഴിയില്ല. എത്ര ലളിതവും സുന്ദരവും സുവ്യക്തവുമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. മറ്റൊന്ന്, മതധാർമ്മിക പഠനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്ന സീതി സാഹിബിന്റെ ദീർഘവീക്ഷണമായിരുന്നു. മറ്റു മതങ്ങളെ കുറിച്ചുള്ള അജ്ഞതയും തെറ്റിദ്ധാരണയുമാണ് ഇന്നത്തെ പല കലഹങ്ങൾക്കും കാരണം എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. വിദ്യാഭ്യാസത്തിനല്ലാതെ ഒരു സമുദായത്തെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഒരു വിപ്ലവം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്നറിയപ്പെടുന്ന ഫറൂഖ് കോളേജ് സീതി സാഹിബ് ഇല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ്, തലശ്ശേരി മുബാറക് കോളേജ്, മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, അങ്ങനെ എത്ര വിദ്യാലയങ്ങൾക്ക് സീതി സാഹിബിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമൂഹം അക്ഷരവിരോധത്തിന്റെ ഘനാന്ധകാരത്തിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്ക് നടന്നത് സീതി സാഹിബിന്റെ കൈപിടിച്ചാണ്. കേരളത്തിന്റെ സർ സയ്യിദ് എന്ന് CH മുഹമ്മദ് കോയ സീതി സാഹിബിനെ വിശേഷിപ്പിക്കാനും കാരണം ഇതാണ്. മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പോയിരുന്ന മുസ്ലിം പെൺകുട്ടികളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന കാലത്ത് നിന്ന് അവർ അന്തസ്സുള്ള വനിതകളായി മാറിയത് ഒരു രാവ് പുലർന്നപ്പോൾ സംഭവിച്ചതല്ല, കഠിന പരിശ്രമത്തിന്റെ മാറ്റമാണ്. ആ മാറ്റത്തിന് ചാലകശക്തിയായി പ്രവർത്തിച്ചതും KM സീതി സാഹിബായിരുന്നു. 1921 കലാഭാനന്ദ കേരളത്തിൽ അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കാനും അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി യതീംഖാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും മനുഷ്യസ്നേഹിയായ ആ മഹാനായിരുന്നു. അറബി മലയാളം മാത്രം വശമുണ്ടായിരുന്ന ഒരു സമുദായത്തെ പച്ച മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ച ചന്ദ്രികാ പത്രത്തിന്റെ തുടക്കവും സീതി സാഹിബിലായിരുന്നു. ചന്ദ്രികാ പത്രം നിർത്തുന്നത് ഒരു സമുദായത്തിന്റെ മരണ വാറണ്ടിൽ ഒപ്പിടുന്നതിന് തുല്യമാണെന്നായിരുന്നു സീതി സാഹിബിന്റെ കാഴ്ചപ്പാട്. ബഹുമുഖ വ്യക്തിത്വമായിരുന്നു സീതി സാഹിബിന്റേത്. ജീവിച്ചിരുന്ന കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ മികച്ച പ്രാസംഗികനും പരിഭാഷകനുമായിരുന്നു. ഗാന്ധി പ്രസംഗം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് സീതി സാഹിബിന്റെ വാട്ടർ എവ്രിവെയർ നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്നത് വെള്ളം സർവത്രേ തുള്ളി കുടിക്കാനില്ലത്രേ എന്ന സീതി സാഹിബിന്റെ പരിഭാഷ അക്കാലത്തും ഇന്നും പ്രശസ്തമാണ്. സ്വയം ഒരു നേതാവാകാനല്ല, മറ്റു നേതാക്കളെ സൃഷ്ടിക്കാനായിരുന്നു സീതി സാഹിബ് എക്കാലത്തും ശ്രമിച്ചത്. അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മുതൽ CH മുഹമ്മദ് കോയ, E അഹമ്മദ്, അങ്ങനെ എത്ര നേതാക്കൾ സീതി സാഹിബിലൂടെ മുൻനിരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഐക്യ കേരള സംസ്ഥാന രൂപീകരണ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിങ്ങൾക്ക് സീതി സാഹിബിനെ കാണാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭരണഘടനാ നിർമ്മാണത്തിന്റെ മുൻനിരയിലും നിങ്ങൾക്ക് സീതി സാഹിബിനെ കാണാം. കേരള നിയമസഭയിലെ നീതിയുക്തനായ രണ്ടാമത്തെ സ്പീക്കർ, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു മുസ്ലിം ലീഗുകാരന് ലഭിക്കാവുന്ന ആദ്യത്തെ ഔദ്യോഗിക പദവിയായ സ്പീക്കർ സ്ഥാനത്തിന്റെ ഉടമ,
പഴയ കൊച്ചി നിയമസഭ, മദിരാശി നിയമസഭ, ഐക്യ കേരള നിയമസഭ എന്നീ 3 നിയമസഭകളിലും അംഗമായ ഒരേ ഒരു മലയാളി. അങ്ങനെ വിശേഷണങ്ങൾ എമ്പാടുമുണ്ട് KM സീതി സാഹിബിന്. വെല്ലുവിളികളുടെ ഇരുട്ടിനെ വകഞ്ഞ് അദ്ദേഹം ഒരു സമുദായത്തെ പ്രതീക്ഷയുടെ പ്രഭാതത്തിലേക്ക് നയിച്ചു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ സീതി സാഹിബ് ബഹാദൂർ എന്ന് വിളിച്ചു. കേരള ജനത അദ്ദേഹത്തെ ഷേറെ കേരള എന്ന് അഭിസംബോധന ചെയ്തു. സീതി സാഹിബിനെ കുറിച്ച് പറയാൻ ഇനിയും ഏറെയുണ്ട്. കേവല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറത്ത് സമഗ്രമായ സാമുദായിക സമുദ്ധാരണം എന്ന ഉന്നതമായ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സമയപരിമിതി മൂലം ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന സംഘാടകർക്കും പ്രിയ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.